ഇടുക്കി സോങ് ശരിക്ക് ഡയറക്ടറും ലിറിക് റൈറ്റർ റഫീഖ് അഹമ്മദും ഞാനും ശ്യാം പുഷ്കരനും 4 പേരും ചേർന്നിരുന്ന് അതിൻ്റെ പാട്ട് എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ച് തന്നെ അവിടെ നിന്ന് തന്നെ ഉണ്ടായതാണ്. അത് ഒരു പകൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ആ രാത്രിക്ക് ശേഷമുള്ള പകലിൽ റഫീഖ് അഹമ്മദ് ഒരു പേപ്പറിൽ പാട്ടുമായി വരുന്നു എന്നുള്ള അത്ര രസകരമായിട്ടും ലളിതമായിട്ടും സംഭവിച്ചാണ് ആ പാട്ട്. ലിറിക് എഴുതിയതിന് ശേഷമാണ് ട്യൂൺ ചെയ്തത്. അപ്പോൾ അതിൽ കൗതുകരമായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. റഫീഖ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി അങ്ങനെ സന്ദർശിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു റൊമാൻറ്റിസിസം ആ പാട്ടിൽ വന്നത്. ഒരു പക്ഷേ ഇടുക്കി യഥാർത്ഥത്തിൽ ഭംഗിയുള്ളതാണ്, അല്ലാതെ തന്നെ ഒരു കവിയുടെ ഒരു ടച്ച് കൂടി വന്ന ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൽപ്പനയും കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെ റിയലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നിലമേറും നാടല്ലോ ഇടുക്കി എന്ന് പോലും അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് രീതിയിലുള്ള ഒരു ഫാക്റ്റുകളാണെങ്കിലും കവിതയുടെ ഒരു ടച്ചോടെ ചെയ്താൽ അത് റൊമാൻറ്റിക് ഗാനമാവും എന്നുള്ളതാണ് ഇടുക്കി ഗാനം സൂചിപ്പിക്കുന്നത്. അത് ഞങ്ങളന്ന് ആ ദിവസം കമ്പോസിങ്ങിന് ഇരുന്ന സമയത്ത് ദിലീഷ് പോത്തൻ അവിടെ ഇടുക്കിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇടുക്കി ഗോൾഡിൻ്റെ സമയത്ത് ഞങ്ങളവിടെ പോയിരുന്നു. റഫീഖ് തന്നെയാണ് അതിൻ്റെ മാണിക്യച്ചിറകുള്ള എഴുതിയത്. അപ്പോൾ അതിനോട് കൂട്ടി വായിക്കുകയും, എന്നാൽ മഹേഷിൻ്റെ പ്രതികാരം അതല്ല, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് അവിടുത്തെ വളരെ ഒരു നേറ്റിവിറ്റിയെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞത് ഈ കപ്പ പറിക്കുന്നതിനെയും അവിടുത്തെ ആ രീതിയെക്കുറിച്ചൊക്കെ. അപ്പോൾ റഫീഖ് അഹമ്മദ് ഇപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം പറയാപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ പുതുകുറിഞ്ഞി പൂ വീർക്കും മൂന്നാറിൻ നനവുള്ള കാറ്റ് എന്നൊക്കെ പറയുന്ന വരികൾ എല്ലാം കാണാം ഇവിടെ കേൾക്കാം ഇവിടെ എന്ന് പറഞ്ഞു പോകുന്ന വരികൾക്കിടയിൽ ഇപ്പോൾ ദിലീഷ് പോത്തൻ പറഞ്ഞു, നമുക്ക് ഈ കപ്പ പറിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടുത്താൻ പറ്റുമോ പാട്ടിൽ? അപ്പോൾ റഫീഖ് ഏട്ടൻ പറഞ്ഞാൽ, അയ്യോ അത് കപ്പ പറിക്കുന്നത് പാട്ടിൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ ഒരു പക്ഷേ പാട്ട് ഇങ്ങനെ നിൽക്കുകയും വിഷ്വലുകളിൽ, ഇപ്പോൾ വിഷ്വൽ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല പാട്ടിൻ്റെ വരികളിങ്ങനെ പോകുന്നു, അതിന് വളരെ രസകരമായിട്ടുള്ള വിഷ്വൽ ചേർക്കുകയും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വിഷ്വൽ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അപ്പോൾ 2 സംഭവങ്ങൾ ഒരേ സമയം നടക്കുകയാണ് ചെയ്യുന്നത്. രസകരമായിട്ടുള്ള 2 സംഭവങ്ങൾ ഒരേ സമയം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയുകയും അങ്ങനെ അത് രസകരമായിട്ട് ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ചില പാട്ട് ആദ്യം വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അത് ചില സാധനങ്ങൾ പ്രേക്ഷകർ എടുത്ത് പറഞ്ഞ് ഈ വിഷ്വൽ കണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു. അത് ഡയറക്ടറിൻ്റെ തന്നെ ഒരു പഠനത്തിൻ്റെയും ഒബ്സർവേഷൻ്റെയൊക്കെ കാര്യങ്ങൾ ചേർത്ത്, സിമ്പിളാണെങ്കിൽ പോലും വളരെ ഡെലിക്കേറ്റായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരമില്ലെന്നുള്ളതാണ്. കാരണം 2 രീതിയിലാണെങ്കിലും പല രീതിയിലുള്ള പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പല ലിറിക് റൈറ്റേഴ്സും നമ്മുടെ ഒപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള മട്ടിൽ ഒരു പക്ഷേ 2 വരി ഞാൻ ആദ്യം എഴുതാം, നീ അതിന് ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയും 2 വരി ട്യൂൺ ആദ്യം ഇടാം, അത് എഴുതൂ എന്ന് പറയുന്നൊരു രീതിയിൽ പിന്നെ അടുത്ത വരി ചിലപ്പോൾ എഴുതുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു എക്സ്ചേഞ്ച് ഒരു പരിപാടി നടക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. മറ്റു ചിലപ്പോൾ എഴുതിയിട്ട് തന്നെ, ഇപ്പോൾ ഇടുക്കിയിലെ പാട്ടിനെ സംബന്ധിച്ചിട്ട് അത് സംഗീതത്തെക്കാൾ കൂടുതൽ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ആൾക്കാരിലേക്ക് ആദ്യം എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ശരിക്കും എഴുതിയിട്ട് ട്യൂൺ ചെയ്യണം നല്ലത്. മറ്റു പല അവസ്ഥയിലും ഒരു പക്ഷേ കുറച്ചും കൂടി മ്യൂസിക്കൽ ന്യൂവാൻസസും അല്ലെങ്കിൽ കൊണോട്ടേഷൻസും മ്യൂസിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം ട്യൂൺ ചെയ്തിട്ട് എഴുതുന്നതാണ് നല്ലത്. അത് പക്ഷേ പാട്ട് ഉണ്ടായതിന് ശേഷം ഇപ്പോൾ ട്യൂൺ ആദ്യം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വാക്കോ വരിയോ ഉണ്ടാവണം, എന്നാലേ അത് പിന്നീട് മറ്റൊരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഇപ്പം അങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കാണ് സ്നേഹം ഇല്ലാത്തതെന്നുള്ളതാണ് സത്യം, അല്ലേ? പിന്നെ പക്ഷേ അത് ഈ നമ്മൾ ഒരു സ്ഥലത്ത് പോയാലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ഡിസൈൻ, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ഒരു ഒബ്സസ്ഡ് ആവും നമ്മളല്ലേ. ഒരു മഴ പെയ്യുമ്പോഴും നമുക്ക് ഒരു നല്ല വന്യമായ മരങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു നമ്മുടെ ഉള്ളിലൊരു എക്സ്പ്രഷൻ ഉണ്ടാകുക എന്നുള്ള സ്വാഭാവികമാണ്. അതെനിക്ക് കൂടുതൽ ഉണ്ട് എന്നുള്ളത് തോന്നുന്നത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ തോന്നാൻ, അങ്ങനെ പറയുന്നത് കേൾക്കാൻ.
കാരണം അത് ഇപ്പം ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേഷനിൽ പോവുക, അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുക, പാട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എനർജി ലെവൽ വേറെയാണ്. തികച്ചും ഒരു സിറ്റിയുടെ ഒരു കാവോസിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു റിഫ്രഷിങ് മൈൻഡ് എന്തായാലും ഉണ്ടാവും. ഒരു പക്ഷേ ഫോണിന് പോലും റേഞ്ച് വളരെ തുച്ഛമായി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെയാണ്. അത് വളരെ പേഴ്സണൽ ഒരു സെൽഫിഷ്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ യാത്രകൾ ഒന്നും തന്നെ കമ്പോസിങ്ങിന് വേണ്ടി ചെയ്തില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഞങ്ങൾ 1-2 ഇതേപോലെ വളരെ ഗൂഢമായിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. വളരെ ഒരു പുഴയും ഒരു കോട്ടേജും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത്, വളരെ സിറ്റിയിൽ തന്നെയുള്ള അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ചർച്ച ചെയ്ത് എഴുതിയതുമൊക്കെ. അപ്പോൾ എങ്ങനെയായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെ പോയാലും അവിടെ നമ്മൾ പ്രകൃതിയെ കാണുക എന്നുള്ളതാണ് സത്യം, അല്ലേ? നമ്മൾ ചെല്ലുന്ന ഇടം നമ്മൾ മനോഹരമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മനോഹരമായ സ്ഥലം തേടി നമ്മൾ അലഞ്ഞ് നമ്മൾ ഒരിക്കലും അത് ചിലപ്പോൾ നമുക്ക് തൃപ്തികരമായിട്ടുള്ള സ്ഥലത്ത് എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ ഇരിക്കുന്ന ഇടം നമ്മളെ കൊണ്ടാവും വിധം മനോഹരമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ വളരെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരിക എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സുഖകരമായിട്ടുള്ളൊരു കാര്യം. ഒരു 2 വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രിക്ഷൻ തോന്നും ചിലരോട്. അതില്ലാതെ ദിവസങ്ങളോളമാണെങ്കിൽ പോലും നമ്മൾ വളരെ രസകരമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് ഈ പറഞ്ഞ പോലെ എവിടെയാണെന്നുള്ളതിനേക്കാൾ മൂല്യം.